ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എന്നൊരു അടിപൊളി കലത്തപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത്. അപ്പോൾ അത് തയ്യാറാക്കുന്നതിന് മുന്നായിട്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൊടുത്താൽ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും. അപ്പോൾ നമുക്ക് തയ്യാറാക്കാൻ തുടങ്ങാം. അതിനായിട്ട് നമുക്ക് ഒരു കപ്പ് പച്ചരി എടുത്തിട്ട് നമുക്കൊന്ന് കുതിർത്തി വയ്ക്കാം. 250 ml കപ്പിലാണ് ഞാൻ ഒരു കപ്പ് പച്ചരി എടുത്തിട്ടുള്ളത്. നമുക്കതൊന്ന് കുതിർത്തി വയ്ക്കാം. ഒരു 4-5 മണിക്കൂർ കുതിർത്തി വെച്ചാൽ മതി. നന്നായിട്ട് കഴുകിയിട്ട് ഞാൻ അടച്ച് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി ഒരു 4 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നമുക്ക് അതിനെ ഒരു അരിപ്പയിൽ ഊറ്റി വയ്ക്കാം. നമുക്ക് ഊറ്റി വെച്ചിട്ട് നമുക്കൊരു മിക്സിയുടെ ജാറെടുത്തിട്ട് അതിലോട്ട് നമുക്ക് ഈ കുതിർത്ത് വെച്ചിട്ടുള്ള അരിയിനിട്ട് കൊടുക്കാം. അതിട്ട് കൊടുത്തതിന് ശേഷം നമുക്കതിലോട്ട് ഒരു 3 ഏലക്ക ഇട്ട് കൊടുക്കാം. ഏലക്ക ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കൊരു 1/4 സ്പൂണ് ചെറിയ ജീരകം ഇട്ട് കൊടുക്കാം. ജീരകം ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് 2 സ്പൂണ് ചോറിട്ട് കൊടുക്കുക. ചോറ് ഏത് ചോറായാലും കുഴപ്പമില്ല. ഇനി നമുക്ക് 2 സ്പൂണ് തേങ്ങ ചിരവ് ചെയ്തിട്ട് കൊടുക്കുക. അതിട്ടതിന് ശേഷം നമുക്ക് ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്കതൊന്ന് മൂടി വെച്ചിട്ട് നമുക്ക് അരച്ചിട്ട് വരാം. അതൊന്ന് അരച്ചതിന് ശേഷം നമുക്ക് ഒരു പാത്രത്തിലോട്ട് മാറ്റാം. നന്നായിട്ട് അരയണം, നല്ല ഫൈനായിട്ട് അരഞ്ഞിട്ടണം. അപ്പം അതവിടെ അരച്ചെടുത്തിട്ട് നമുക്ക് ഇതിലേക്കൊരു നുള്ള് നമ്മൾ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ മാത്രം ഉപ്പിട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലോട്ടുള്ള ശർക്കര പാനി തയ്യാറാക്കാം. അപ്പോൾ അധികം മധുരം വേണ്ടവരാണെന്നുണ്ടെങ്കിൽ ഒരു ചെറിയൊരു പൊട്ടും കൂടെ നമുക്ക് ശർക്കര എടുക്കാം. അപ്പം ഞാനിവിടെ എടുത്തിട്ടുള്ളത് 2 അട്ട ശർക്കരയാണ്. അപ്പോൾ അതിലേക്ക് നമുക്കൊരു 1/2 കപ്പ് തന്നെ വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമ്മൾ നേരത്തെ 1/2 കപ്പ് തേങ്ങ അരച്ചെടുക്കാൻ നമ്മൾ ഒഴിച്ചിട്ടുണ്ട്. ഇപ്പം നമ്മൾ 1/2 കപ്പും കൂടി എടുത്തിട്ടുണ്ട്. അപ്പോൾ 1 കപ്പ് വെള്ളം നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുണ്ട്. ഗ്യാസിലോട്ട് വെച്ച് കൊടുക്കാം. ഇതിനെ നമ്മൾ ചൂടോടുകൂടി തന്നെ നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. അപ്പം അരിച്ചിട്ടാണ് ഇപ്പോൾ ഒഴിക്കണേ കേട്ടോ, അരിച്ചൊഴിക്കണം. അപ്പോൾ അതിൽ വല്ല എന്തെങ്കിലും കല്ലോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും, ശർക്കരല്ലേ. അപ്പോൾ നമുക്കൊന്ന് അരിച്ചൊഴിക്കാം. അപ്പോൾ അരിച്ചൊഴിക്കുമ്പോൾ തന്നെ നന്നായിട്ട് ഇളക്കി കൊടുക്കണം. അല്ലെങ്കിൽ എന്ത് ചെയ്യും, നമ്മൾ പൊടിയല്ലേ വെന്ത് പോവും. അപ്പം നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇതാണ് ഇതിൻ്റെ പരുവം. നമ്മൾ നീർദോശയൊക്കെ ഉണ്ടാക്കൂലേ, അതിൻ്റെ പരുവം കേട്ടോ. അപ്പം ഇങ്ങനെ വേണം നമ്മളുടെ ബാറ്റർ. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഒരു നുള്ള് ബേക്കിംഗ് സോഡ. അപ്പം അതും കൂടി ഇട്ടിട്ട് നന്നായി. അപ്പം നമ്മൾ ലാസ്റ്റാണ് തരുന്നത്. നമ്മൾ ശർക്കര പാനി ഒഴിച്ചിട്ടാണ് ഇത് ഇട്ട് കൊടുക്കണം. ഒഴിക്കുന്നതിന് മുന്നേ ഇട്ട് കൊടുക്കരുത്. ഇനി നമുക്കൊരു കുക്കർ എടുത്തിട്ട് അതിലോട്ട് ഒരു സ്പൂണ് നെയ്യ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം അതിലോട്ട് ഒരു സ്പൂൺ തന്നെ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത് കേട്ടോ, വെളിച്ചെണ്ണ എടുക്കരുത്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് തേങ്ങാക്കൊത്തും ചെറിയുള്ളി അരിഞ്ഞതും. അപ്പോൾ ഈ എണ്ണ ചൂടായതിന് ശേഷം നമുക്കതിലോട്ട് നമ്മളെ തേങ്ങാക്കൊത്തൊന്ന് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക. കൊത്തിൻ്റെ കൂടെ നമ്മൾ ചെറിയുള്ളിയും കൂടി ഇട്ട് കഴിഞ്ഞാൽ കരിഞ്ഞു പോകും. അപ്പോൾ തേങ്ങാക്കൊത്തൊന്ന് വാടിയതിന് ഒന്ന് അതിൻ്റെ കളറൊന്ന് വ്യത്യാസമായതിനു ശേഷം മാത്രം നമ്മൾ ചെറിയുള്ളി ഇട്ട് കൊടുത്താൽ മതി. ഇനി നമുക്കതിൽ നിന്ന് കുറച്ച് കോരി മാറ്റാം. കോരി മാറ്റിയതിന് ശേഷം നമുക്കതിലോട്ട് നമ്മൾ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. അപ്പം നല്ല ചൂട് വേണം, ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് നമ്മൾ ഇത് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഇനി നമ്മൾ നേരത്തെ കോരി മാറ്റി വെച്ചത് ഇതിൻ്റെ മുകളിൽ കൂടെ തന്നെ നമുക്ക് ഇട്ട് കൊടുക്കാം. ഇത് ചെയ്യുമ്പോൾ ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോഴേ നമ്മളെ കലത്തപ്പം നന്നായിട്ട് വരുള്ളൂ. ഇനി ഇത് മൂടി വെച്ചതിന് ശേഷം
ഇത്രയും സിമ്മിൽ ഇതിൻ്റെ വിസിൽ മാറ്റി കൊടുക്കണം കേട്ടോ. എന്നിട്ട് നല്ലോണം സിമ്മിൽ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കൊന്ന് ഇതിനെ വേവിച്ചിട്ടെടുക്കാം. ഇതാണ് ഇതിൻ്റെ പരുവം. ഇങ്ങനെ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ ഓരോ കൊമളുകൾ വരാം. ഇതിവിടെ 15 മിനിറ്റാണ് ഇത് റെഡി ആവാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഓരോ കുക്കറിനും ഓരോ ബാറ്ററും അനുസരിച്ചിരിക്കും. അപ്പം നമ്മളുടെ കുക്കറപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. കുക്കറപ്പം എന്നും പറയും, കലത്തപ്പം എന്നും പറയും. അപ്പോൾ നന്നായിട്ട് വന്നിട്ടുണ്ട്, അടി പിടിച്ചിട്ടില്ല നമ്മളെ കുക്കറപ്പൊന്നും. അപ്പോൾ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. നല്ലൊരു റെസിപ്പിയാണ്, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അടിപൊളി റെസിപ്പി എന്ന് പറഞ്ഞാൽ അടിപൊളി റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വെച്ചാൽ എൻ്റെ ചാനൽ കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.